കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 സ്കൂൾ ശാസ്ത്രമേളയിലെ സയൻസ് ക്വിസിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ആണ് ചെകിളപ്പൂക്കൾ. എന്നാൽ മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ത്വക്ക്. പാവയ്ക്ക കഴിക്കുമ്പോൾ കയ്പ് അനുഭവപ്പെടുന്നു. ഈ കയ്പിന്റെ അടിസ്ഥാനം അതിലടങ്ങിയിരിക്കുന്ന ഒരു ലോഹ സാന്നിധ്യമാണ്. ഏതാണ് ആ ലോഹം? ഇരുമ്പ്. ചീരയിലയിലെ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏതാണ്? ആന്തോസയാനിൻ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ രാസവസ്തു ഏത്? ലൂസിഫറിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? ഫീമർ അഥവാ തുടയെല്ല്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? ഹോർട്ടിക്കൾച്ചർ. എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന സസ്യപോഷകം ഏത്? ഫോസ്ഫറസ്. പയറുചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം. കിഴങ്ങുവർഗ്ഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന പോഷക ഘടകം? കാർബോഹൈഡ്രേറ്റ്. കടലാസു പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ രൂപം? ഗ്രാഫൈറ്റ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം? കാൽസ്യം കാർബൈഡ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത്? തുളസി. മഞ്ഞപ്പിത്തം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? കരൾ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? നൈട്രജൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി? മണ്ണിര. ജലത്തിന്റെ വാതകാവസ്ഥ ഏതാണ്? നീരാവി. കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ. പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത് എന്താണ്? വവ്വാൽ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവം ഏത്? ഹൃദയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? സ്റ്റേപ്പിയസ്. ചെവിയിലാണ് ഇതുള്ളത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം? ഓക്സിജൻ. വൈറ്റമിൻ B9 അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോളിക് ആസിഡ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? സിട്രിക് ആസിഡ്.
സ്രാവുകളുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 0. ഭൂമിയിലെ ഏറ്റവും കഠിനമായ പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? ഡയമണ്ട്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര പല്ലുകൾ ഉണ്ട്? 32. ഭക്ഷണം വിഘടിപ്പിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ദഹനം. ഫോട്ടോസിന്തസിസ് സമയത്ത് സസ്യങ്ങൾ വായുവിലേക്ക് വിടുന്നത് എന്താണ്? ഓക്സിജൻ. ആവർത്തന പട്ടികയുടെ സൃഷ്ടാവ് ആരാണ്? ദിമിത്രി മെൻഡലീവ്. ലോകത്തിലെ ഏറ്റവും വലിയ റീഫ് സിസ്റ്റത്തിന്റെ പേര്? ഗ്രേറ്റ് ബാരിയർ റീഫ്. ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ നിലവിലുള്ള 2 പ്രവർത്തന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഓട്ടോട്രോഫുകളും ഹെറ്ററോട്രോഫുകളും. ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ള ആറ്റം? ഹൈഡ്രജൻ ആറ്റം. DNA-യുടെ പൂർണ്ണരൂപം എന്താണ്? ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. ഭക്ഷണത്തിന്റെ ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. മനുഷ്യരിൽ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏതാണ്? AB നെഗറ്റീവ്. എന്താണ് ഹൈഡ്രോപോണിക്സ്? ദ്രാവക മധ്യത്തിൽ ചെടികൾ വളർത്തുന്ന ശാസ്ത്രമാണ് ഹൈഡ്രോപോണിക്സ്. ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഏറ്റവും കുറഞ്ഞ ആറ്റോമിക സംഖ്യ 8 ഇലക്ട്രോണുകളുള്ള മൂലകം ഏതാണ്? നിയോൺ. പേശികളെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പോഷകം ഏതാണ്? പ്രോട്ടീൻ. പഴത്തൊലിയിലെ പ്രധാന മൂലകം? ഇരുമ്പ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം ഏത്? നിക്കോട്ടിൻ. മനുഷ്യന്റെ തൊലിക്ക് നിറം നൽകുന്ന വസ്തു ഏത്? മെലാനിൻ. നാം വസ്തുക്കൾ കാണുമ്പോൾ കാഴ്ച എന്ന അനുഭവം യാഥാർത്ഥ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബ്രം. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആര്യഭടൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. പ്രമേഹം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണ്? പാൻക്രിയാസ്. ദ്രാവക രൂപത്തിലുള്ള ലോഹം? മെർക്കുറി. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം? ടെഫ്ലോൺ. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏത്? പെരികാർഡിയം.